ജാറങ്ങളും മക്ബറുകളും എടുക്കുക. ഹിജറ ആദ്യ 3 തലമുറകളിൽ ഇസ്ലാമിൻ്റെ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു ഏർപ്പാടില്ല, ഒരു സംഗതിയില്ല. പിന്നീട് ഹിജറ 4-ാം തലമുറയിലാണ് ജാറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഷിയാക്കളിലൂടെ തന്നെയാണ് എന്ത് ചെയ്യണത്, അത് കടന്നു വന്നത്. അതേപോലെ പിന്നെ മീലാദ് പോലുള്ള കാര്യങ്ങൾ ഷിയ നിർമ്മിതിയാണ്. ഷിയാക്കളിലെ കടുത്ത വർഗമായ ഫാത്തിമിയാക്കളെ നിർമ്മിതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് പിന്നെ കൊണ്ടാടപ്പെടുക എന്നുള്ളത്. ഇപ്പോഴും അത് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഉറൂസ് ആണ്ട് പോലുള്ള കാര്യങ്ങൾ ഷിയാക്കൾ അവരുടെ ഇമാമുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഇവിടെ ഔലിയാക്കൾ എന്ന പേരിൽ പലരെയും മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നഹ്സ് എടുക്കുക. എല്ലാ സാധാരണക്കാരുടെ വീട്ടിലും ഈ നഹ്സ് എന്ന ഷിർക്കൻ വിശ്വാസം ഇപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ്. കാരണം ഈ 2025 പ്രസിദ്ധീകരിക്കപ്പെട്ട സമസ്തയുടെ എല്ലാ കലണ്ടറുകളിലും എന്ത് കാണുന്നു, ഓരോ മാസവും നഹ്സ് അടയാളപ്പെടുത്തി കാണുന്നു. ഏതായിരുന്നാലും ശകുന വിശ്വാസം ഇസ്ലാമിൻ്റെതല്ലാന്ന് ഉറപ്പാണ്. അത് ജാഹിലിയത്തിലെ വിശ്വാസമാണ്. ഇസ്ലാം കർശനമായി വിലക്കിയതാണ്. അത്തിയറത്ത് ഷിർക്കുൻ, ശകുന വിശ്വാസം ഷിർക്കാണ് എന്ന് പച്ചയായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. എന്നിട്ടും ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും അവരുടെ പിന്നെ പ്രത്യേകം സമസ്തയുടെ അടയാളം എന്ന് പറയപ്പെടാവുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, അത് തിളങ്ങി നിൽക്കുന്നു. അപ്പോൾ എവിടെയാണ് ഷിയായിസത്തെ ഒഴിവാക്കിയത് എന്ന് കാണുന്നില്ല. എന്നാൽ ഞങ്ങൾ ഷിയാക്കളല്ല, ഷിയാക്കളുമായി ബന്ധമില്ല, അത് പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ്, സ്വഹാബത്തിനെ കാഫിറാക്കിയവരാണ്, ഇങ്ങനെ ചില വിഷയങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അവർ ഷിയായിസത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നതാണ് ഒരു വസ്തുത.